ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോവാണ് കേട്ടോ. ഞാൻ സ്റ്റിച്ചിങ് ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നില്ലേ, അത് 2 മാസത്തെ ക്ലാസ് ആയിരുന്നു. അപ്പോൾ ക്ലാസ് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ എൻ്റെ 2 മാസം കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇപ്പോഴാണ് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോകുന്നത് കേട്ടോ. ഞാനും എൻ്റെ സിസ്റ്ററും കൂടെയാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സപ്പോർട്ട്. അപ്പോൾ ക്ലാസ് വരുന്നത് മാനന്തവാടി ടൗണിൽ തന്നെയാണ് കേട്ടോ. ടൗണിൽ നിന്ന് കുറച്ച് മേലോട്ടേക്ക് വരണം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ചധികം സ്റ്റെപ്പ് കയറണ്ടിങ്ങനെ സ്റ്റെപ്പ് കയറി 3rd ഫ്ലോറിലാണുള്ളത്. അപ്പോൾ ക്ലാസ്സിൻ്റെ ഉള്ളൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഈ സർട്ടിഫിക്കറ്റ് വാങ്ങി കഴിഞ്ഞിട്ടുള്ള പോർഷനിൽ ഞാൻ ആഡ് ചെയ്യാം. എൻ്റെ ഫ്രണ്ട്സൊന്നും അവിടെ ഇല്ലായിരുന്നു കേട്ടോ. എല്ലാവരും എന്നെ പോലെ മടിച്ചുകളാണ്. ഒരാൾ കോഴിക്കോടാണുള്ളത്, ഒരാൾ എവിടെയാണെന്ന് അറിയില്ല, അങ്ങനെയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഞാൻ അങ്ങനെ കൂടുതലായിട്ട് അവിടെ നിന്നിട്ടൊന്നുമില്ല. മിസ്സിനെ കണ്ട് വർത്താനം പറഞ്ഞു. കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്ക് എൻ്റെ താത്താക്ക് വിശക്കാൻ തുടങ്ങി. ഒക്കെ ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ കടയിൽ നിന്ന് ഞാൻ എന്തായാലും ഒരു പപ്സ് വാങ്ങി കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇവിടുന്ന് പപ്സ് കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു ഫ്രഷ് പപ്സാണ് അവിടെ കിട്ടുന്നത്. എഗ്ഗൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതൊക്കെ അങ്ങനെ കഴിക്കുമ്പോൾ മനസ്സിലാവും ഭയങ്കര ഫ്രഷ് ആയിട്ട്. അപ്പോൾ ഞാൻ അവൾക്ക് വാങ്ങിക്കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ചാടിട്ടേ ഞാൻ വാങ്ങി തരില്ല, എൻ്റെ അടുത്ത് പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അവളെ എൻ്റെ താത്തയാണല്ലോ, അവൾ എൻ്റെ വീട്ടിലല്ലോ. അങ്ങനെ ഞാൻ പപ്സ് വാങ്ങിക്കൊടുത്തു കേട്ടോ. പപ്സ് വാങ്ങിക്കൊടുത്തപ്പോൾ ലെയിമും ആണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ പപ്സിൻ്റെ കോമ്പിനേഷൻ ആണല്ലോ ലെയിം. അങ്ങനെ ഞങ്ങൾ 2 ലെയിമും 2 പപ്സും കൂടെ വാങ്ങിയിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അത് കഴിച്ചു. കഴിച്ചിരിക്കുന്നതെന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ പപ്സ് എല്ലാം വാങ്ങിത്തരാം, അതെല്ലാം ഞാൻ വീഡിയോ എടുത്ത് യൂട്യൂബിലിട്ട് ഞാൻ പൈസ ഉണ്ടാക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവളെ എട്ടെങ്ങറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് മാനേജ് ചെയ്ത് എങ്ങനെയൊക്കെയോ കഴിക്കുന്നത്. ഇനി എന്തെങ്കിലും വേണോ? ആ ചില്ലും കൂടിലിട്ടാൽ മൊത്തം വേണ്ടി വരുമല്ലേ. പാവം പോലെ ഇരുന്ന് ഒരേ അടിയാണ്. അങ്ങനെ വാങ്ങിക്കൊടുത്ത പപ്സ് തൊണ്ടേന്ന് ഇറങ്ങുന്നതിൻ്റെ മുമ്പ് ഒക്കെ പിന്നെയും വിശക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെ പഴംപൊരി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു പഴംപൊരി വാങ്ങി കൊടുത്തിട്ടോ. എൻ്റെ വേറെ ഫുള്ളായിട്ടുണ്ടായിരുന്നു. എനിക്കൊരു പപ്സൊക്കെ ഒറ്റ സ്ട്രെച്ചിൽ എനിക്ക് അത്രയൊക്കെ കയറുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ടൈം എടുത്തിട്ടായിരിക്കും ഞാൻ കഴിക്കുക കേട്ടോ. പഴംപൊരി അകത്താക്കിയതിന് ശേഷം അവർക്ക് വിശപ്പിനൊന്നും വലിയ കാര്യമായിട്ടുള്ളൊരു മാറ്റം വന്നില്ല. പിന്നെ എൻ്റെ ബഡ്ജറ്റ് കയ്യാറായതുകൊണ്ട് ഞാൻ അവിടുന്ന് പിടിച്ചു വലിച്ചിറങ്ങി. ഇനി നേരം വേണോ? ഞാൻ അവിടെ ഇനിയും ഉണ്ടെന്തല്ലോ ഉണ്ട്. ഇനി എന്താ വേണ്ട, എന്തൊന്നും നിൽക്കുവാ. ബർഗറൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഞാനിത് ഇതിൻ്റെ മുമ്പ് ഒരു ദിവസം എടുത്ത് വെച്ചൊരു ക്ലിപ്പിംഗ് ആയിരുന്നു. അതും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പം ഞാൻ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടും ഞാനുമാണ് പോക്ക്. ഓള് റെഡി ആയിട്ടില്ല. അപ്പോൾ ഞാൻ ഓളെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. മഴ കുറച്ച് കുറവുണ്ട്. പിന്നെ ഞങ്ങൾ കഥ പറഞ്ഞ് അങ്ങനെ കുറച്ച് നേരം നടന്നു. പിന്നെ ക്ലിപ്പിംഗ് ഒക്കെ എടുക്കാൻ മറന്നു. ഞങ്ങൾ ക്ലാസ്സിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മേലൊക്കെ കയറി പോകാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ദിവസം ഞങ്ങൾ മെറ്റീരിയൽ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെയും കൂടെ ക്ലിപ്പിംഗ് ഞാനിവിടെ ആഡ് ചെയ്യാം. കുറച്ചധികം ക്ലിപ്പിംഗ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ടൊരു വീഡിയോ ആക്കാനാണ്. അപ്പോൾ ആ ഷോപ്പിൽ നിന്ന് ഞങ്ങൾ എടുത്തിട്ടുള്ള മെറ്റീരിയൽ ഇതായിരുന്നു കേട്ടോ. ഇത് വെച്ച് ഞാൻ ചുരിദാർ അടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫോട്ടോസ് ഞാനിവിടെ ആഡ് ചെയ്യാം.